സ്ത്രീകളായ 3-4 അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധം തുടങ്ങി വെച്ചതെങ്കിൽ ഇപ്പോൾ ഈ രജിസ്ട്രാർ ഭരണം എന്ന ആവശ്യത്തെ പിന്തുണച്ച് കലാഭവൻ ഷാജോൺ രംഗത്തെത്തുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയാണ് 4 രജിസ്ട്രാർമാരെ സമീപിച്ചത്. അമ്മയിൽ എന്താണ് നടക്കുന്നത് എന്നതിൽ അംഗങ്ങൾക്ക് അവ്യക്തതയുണ്ടെന്നും ഷാജോൺ പറയുന്നു. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ആദ്യം ഷാജോന്റെ ശബ്ദത്തിലേക്ക്. അമ്മയിലെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അമ്മ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം. ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഘടനയാണ്. മീൻസ് ഒരുപാട് സിനിമാ നടന്മാർക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഘടന ആയതുകൊണ്ട് ഇത് നിലനിൽക്കണം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണം. ഇപ്പൊ ഒരുപാട് കൺഫ്യൂഷൻസ് പൊതുജനങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ഇതിനകത്തുള്ള മെമ്പേഴ്സിനാണ് ഉള്ളത്. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇലക്ഷൻ വേണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം, എന്റെയും ആഗ്രഹം അതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മൂവ്മെന്റിനൊപ്പം ഞാനും ഉണ്ടാവും. അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ, ഇതിപ്പോ ഇക്കാര്യത്തിൽ ശ്വേതാ മേനോന്റെ കമ്മിറ്റിക്കെതിരെ നിൽക്കുന്ന മാല പാർവതി, അൻസിബ ഹസൻ, ഉഷ ഹസീന, മായ വിശ്വനാഥ് തുടങ്ങിയ ആ സംഘത്തിന് കൂടുതൽ പിന്തുണ മറുവശത്തു നിന്ന് കിട്ടുന്നുണ്ടെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതോ ഇത് ഷാജോന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയ്ക്കാണോ? തീർച്ചയായിട്ടും ആ 4 അംഗ സംഘത്തിന് ഈ സ്ത്രീകളുടെ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും വലിയ പിന്തുണ കിട്ടുന്നു എന്നുള്ളതാണ് ഷാജോന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ പെൺമക്കൾ എന്ന അമ്മയിലെ വനിതാ അംഗങ്ങൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ മാലാ പാർവതിയും അതുപോലെ ഉഷാസിന എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു വോട്ടെടുപ്പ് നടന്നിരുന്നു, അഭിപ്രായ രൂപീകരണം നടന്നിരുന്നു. ആ അഭിപ്രായ രൂപീകരണത്തിൽ പങ്കെടുത്ത 32 പേർ പറഞ്ഞത് നിലവിലെ നേതൃത്വം മാറണം, അല്ലെങ്കിൽ അമ്മയിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതായിരുന്നു. അതിന് സമാനമായിട്ടുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ 4 പേരും രജിസ്ട്രാർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടത്. അതായത് നിലവിലെ ഭരണസമിതിയെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്, ബാങ്ക് ഇടപാടുകൾ നടത്താൻ അനുവദിക്കരുത്, അതോടൊപ്പം തന്നെ അവരുടെ മിനിറ്റ്സിന് ചില പ്രശ്നങ്ങളുണ്ട്, അത് അംഗീകരിക്കരുത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് രജിസ്ട്രാർ ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളതായിരുന്നു ഈ 4 പേരുടെയും ആവശ്യം. ആ ആവശ്യത്തിന് പുരുഷ അംഗങ്ങളുടെ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ഷാജോന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. കാരണം സംഘടനകളുടെ കാര്യത്തിൽ അംഗങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അവ്യക്തതയുണ്ട്. കാരണം ശ്വേതാ മേനോൻ രാജിവെക്കുന്നു, പിന്നീട് വന്ന് പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല, കോടതിയിൽ പോകുന്നു. അപ്പോൾ ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അവ്യക്തത നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ 4 പേർ രജിസ്ട്രാറിനെ സമീപിച്ചത്. അതുകൊണ്ട് ആ ശ്രമത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഷാജോൺ പറഞ്ഞത്. ഷാജോൺ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പേര് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പല ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ഫോണിലൂടെ. അവരൊക്കെ തന്നെ ഈ ഒരു നീക്കത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ പരസ്യമായിട്ട് ആ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം നിലവിലൊരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കേസിന്റെ ഒരു തീർപ്പ് അറിഞ്ഞതിന് ശേഷം ഇത്തരം നീക്കങ്ങളോട് അവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അതായത് ഈ സ്ത്രീകളായ 4-5 പേരാണ് ഇക്കാര്യത്തിൽ മുൻനിരയിൽ നിന്ന് ശ്വേതാ മേനോന്റെ കമ്മിറ്റിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും രംഗത്തെത്തുകയും ഒക്കെ ചെയ്തതെങ്കിൽ കൂടുതൽ പിന്തുണ അവർക്ക് കിട്ടുന്നു എന്നതിൻ്റെ സൂചനയായി വേണം നമ്മളിപ്പോൾ ഈ ഷാജോന്റെ വാക്കുകളെ കാണാൻ. കഴിഞ്ഞ ദിവസമാണ് മാലാ പാർവതിയുടെ ശബ്ദ സന്ദേശത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. കുറ്റാരോപിതർ എന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കരുത്, മറിച്ച് ഇതിൽ അഭിപ്രായം പറയുകയും ഇതിൻ്റെ മുന്നണിയിലേക്ക് വരികയും ചെയ്യണം. ഈ പെൺമക്കൾ എന്ന ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ പിന്തുണ കിട്ടുകയാണെങ്കിൽ അവരൊക്കെ വരാൻ തയ്യാറാണ് എന്നതായിരുന്നു ആ ശബ്ദ സന്ദേശം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യമായി ഇത്തരം പ്രതികരണങ്ങൾ കൂടി വരുന്നത്.